എന്നാല് ഒരാൾ വസിയത്ത് ചെയ്യുമ്പോൾ ആ വസിയത്ത് മൊത്തം സ്വത്തിന്റെ 1/3 അധികമാകാൻ പാടില്ല. മൊത്തം സ്വത്തിന്റെ 1/3 വസിയത്ത് ചെയ്യുന്നതെങ്കിൽ ആ വസിയത്ത് ഹറാമാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന്, നബിയെ, ഞാൻ ഒരുപാട് സ്വത്തുള്ള ആളാണ്, എനിക്കൊരൊറ്റ പെൺകുട്ടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വത്തിന്റെ 2/3 ഭാഗം 3 ഒഹരി ചെയ്തിട്ട് 2 ഭാഗവും ഞാൻ വസിയത്ത് ചെയ്തേക്കട്ടെയോ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, പാടില്ല. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, റസൂൽ എന്ന പകുതി അങ്ങ് ചെയ്തേക്കട്ടെ. റസൂൽ പറഞ്ഞു, പാടില്ല. എങ്കിൽ 1/3 ചെയ്യട്ടെ. റസൂൽ പറഞ്ഞു, 1/3 തന്നെ ധാരാളമാണ്. മാക്സിമം 1/3 ഒരു മനുഷ്യന് വസിയത്ത് ചെയ്യാൻ പറ്റൂ, അല്ലാത്തത് ഹറാമാണ്. ഇത് റസൂൽ പറഞ്ഞ ന്യായമുണ്ട്. നിന്റെ അനന്തരാവകാശികളെ ജനങ്ങളോട് ചോദിക്കുന്നവനായിട്ട് ആക്കി വിടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം അവർക്ക് വേണ്ടി സമ്പത്ത് നീക്കി വെക്കലാണ്. വസിയത്ത് ചെയ്യണം, പരിധികളുണ്ട്, ആ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതുപോലെ അനന്തരാവകാശികൾക്ക് വേണ്ടിയിട്ട് വസിയത്ത് ചെയ്യാനും പാടില്ല. ഒരാൾക്ക് 3 മക്കളുണ്ട്, മൂത്ത കുട്ടിക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തേവനും കൊടുത്തിട്ടുണ്ട്, ഇളയവനൊന്നും കൊടുത്തിട്ടില്ല, ചെറുതന്നെ. അപ്പോ ഉമ്മാന്റെ ഒരു വസിയത്ത്, എന്റെ കാതിലും കഴുത്തിലും ഉള്ളതെല്ലാം സ്വർണം മുഴുവനും എന്റെ മകന്, ഇളയ മകന് വസിയത്ത് കൊടുക്കണം നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തു. ആ വസിയത്ത് ഹറാമാണ്. കാരണം അനന്തരാവകാശികൾക്ക് വസിയത്തില്ല എന്ന് നമുക്ക് തിരിച്ചറിയണം. ചിലരൊക്കെ എങ്ങനെ ധാരണയാണ്, മൂത്ത മകനിക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിതാവ്, ഇളയവനൊക്കെ വിവാഹം കഴിക്കുമ്പോൾ എന്തൊക്കെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ബാപ്പ മരിക്കാൻ കിടക്കുമ്പോൾ വസിയത്ത് ചെയ്യുക, എടാ ഓനിക്കൊന്നും ഞാനൊന്നും കൊടുത്തിട്ടില്ല, ഓനിക്ക് കൊടുക്കണേ, നിങ്ങൾ ഇന്നൊക്കെ ഓനിക്ക് കൊടുക്കണം എന്ന് വസിയത്ത്. ആ വസിയത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹറാമായ വസിയത്താണ്. ലാ വസിയത ലിവാരിസിൻ, അനന്തരാവകാശിക്ക് വസിയത്തില്ല എന്ന് റസൂൽ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലർക്കും അത് തിരിച്ചറിയാത്തൊരു കാര്യമാണ്. അത്തരം വസിയത്തുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമായ വസിയത്താണ്. അതുപോലെ ഹറാമായ കാര്യത്തിലുള്ള ഒരു വസിയത്ത്, അപ്പൊ മരിക്കുമ്പോൾ പറയാ, ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു ഹറാമായ ഒരു ആഘോഷം നടക്കുന്നുണ്ട്, എന്റെ മരണം വരെ ഞാൻ ഇത്രയും കാലം അവിടെ ഓരോ കരി കൊടുത്തിട്ടുണ്ട്, ഞാൻ മരിച്ചാലും നിങ്ങളത് കൊടുക്കണേ.